ചീരച്ചേമ്പ് കൊളസ്ട്രോൾ ചേമ്പ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പം കൊളസ്ട്രോൾ ചേമ്പാന്ന് പറഞ്ഞൊരു മൂട് കൊണ്ടുവന്നായിരുന്നു. അത് കുഴിച്ച് വെച്ചതാണോ അല്ലയോ അറിയില്ല. എന്താണെങ്കിലും ഈ ചീമച്ചേമ്പിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ചേമ്പ് വ്യത്യസ്തമായിട്ട് നിന്ന് കളറൊക്കെ ചേഞ്ചായിട്ടും അതുപോലെ തന്നെ ഇലയുടെ അരികൊക്കെ നല്ല ലെയറായിട്ടും അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് തോരൻ വെക്കാൻ പറ്റിയ ചേമ്പായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ തപ്പി അങ്ങനെ നോക്കിയപ്പം ആ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അതിന് കളർ വ്യത്യാസമുണ്ട്, അതുപോലെ ഇലയുടെ സൈഡ് അരിക് ഇങ്ങനെ വ്യത്യാസമുണ്ട്. അടുത്ത് നിൽക്കുന്നത് ചീമച്ചേമ്പാണ്, അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തപ്പം അതിൻ്റെ വെള്ളമൊക്കെ കയ്യിൽ വീണ്, എങ്കിലും അത് ചൊറിഞ്ഞൊന്നുമില്ല. അപ്പോൾ ഒന്നുകൂടി ഉറപ്പായി ഇത് തോരൻ വെക്കാൻ പറ്റിയതാണെന്ന്. അങ്ങനെ അടിപൊളിയായിട്ട് ഞാൻ എല്ലാം ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ മൂട് പോലും ഞാൻ വെക്കാതെ എല്ലാം ഞാൻ മുറിച്ചെടുത്തു. കാരണം ഒറ്റ മൂട് മാത്രമേ ഉള്ളൂ അതിനകത്ത്. പിന്നെ അതൊന്ന് വെന്ത് വരുമ്പോൾ കുറച്ച് മാത്രമേ, അത്ര ടേസ്റ്റൊക്കെ വന്ന് പിടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തികഞ്ഞില്ലല്ലോ എന്ന് കണ്ടിട്ട് ഞാനതിൻ്റെ മൂട് വെട്ടിയെടുത്തു. പക്ഷേ ഇനി അത് പൊട്ടിക്കിളിക്കുമ്പോൾ നല്ലതുവണ്ണം കിളിക്കും. വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഏതായാലും കുഴപ്പമില്ല, ഞാനിതെല്ലാം ഒന്ന് മുറിച്ചെടുത്ത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.